ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه توفنا مسلمين وألحقنا بالصالحين. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, 700 കൊല്ലം അല്ല 800 കൊല്ലം മുമ്പ് ഇവിടെ വന്ന് ദീനീ പ്രവർത്തനം നടത്തിയ ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വളപട്ടണം, അവിടുത്തെ ശേഷം വന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന കണ്ണൂർ സിറ്റി, അതുപോലെ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു ഇപ്പോൾ എൻ്റെ മുമ്പ് പ്രസംഗിച്ച ആൾ പറഞ്ഞുവല്ലോ, അത് വളരെ സത്യമാണ്. ആ മനുഷ്യത്വം എന്താണ്, അവർ എന്താണ് വിശ്വസിക്കേണ്ടത്, അവർ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഇവിടെ പഠിപ്പിച്ച മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ, സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ, അതുപോലെ അയ്യുൽ കൂഫി റളിയല്ലാഹു അൻഹു തങ്ങൾ, അബ്ദുൽ ഖാദിർ താനി റളിയല്ലാഹു അൻഹു, അടുത്ത കാലത്തായി നമ്മോട് വിട്ടുവെച്ച് പോയ സയ്യിദ് താജുൽ ഉലമ തങ്ങളവർകൾ, അങ്ങനെ ധാരാളം ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഫളൽ തങ്ങൾ, മുയാവുൽ മുസ്തഫ തങ്ങളവർകൾ, അതുപോലെ നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകന്മാരായിരുന്ന KP അബൂബക്കർ മുസ്ലിയാർ, അബ്ദുൽ ലത്തീഫ് പഴശ്ശി, അബ്ദുള്ളക്കുട്ടി മഖ്ദൂമി, അതേപ്രകാരം KP അബൂബക്കർ മുസ്ലിയാർ തുടങ്ങി PKP അബ്ദുസ്സലാം മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹിം, അവരെല്ലാവരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രദേശമാണ് കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ
നാം മനുഷ്യരാവേണ്ടത് എങ്ങനെയാണ്, നാം എന്താണ് വിശ്വസിക്കേണ്ടത്, നാം എന്താണ് പ്രവർത്തിക്കേണ്ടത്, ഇതെല്ലാം പഠിപ്പിച്ചു തന്ന ആളുകളായിരുന്നു അവർ എന്ന് നാം ആദ്യമായി മനസ്സിലാക്കണം. ആയിരത്തി 1960, 61, 62, 63 കാലഘട്ടങ്ങളിൽ ഞാനും പാപ്പിനിശ്ശേരി PKP അബ്ദുസ്സലാം മുസ്ലിയാരും ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അവരുടെ അടുക്കൽ പഠിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അത് താഴെ പോയി വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ബന്ധം മാത്രമാണ് കിതാബ് ഓതുന്ന ബന്ധത്തിന് പുറമെ ഞങ്ങൾ തമ്മിലുള്ളത്. എന്നാൽ 1963 ഡിസംബർ 30 ബാക്കിയാത്തു സാലിഹാത്തിൽ നിന്ന് ഞാൻ ബിരുദം നേടി നാട്ടിലേക്ക് വന്ന് എനിക്കൊരു ദർസ് കിട്ടി. എൻ്റെ അടുത്ത നാട്ടിൽ മങ്ങാട്. അപ്പോൾ ദർസ് തുടങ്ങാൻ ഉസ്താദന്മാരെ ക്ഷണിക്കുന്ന പതിവുണ്ടല്ലോ സാധാരണ. അങ്ങനെ കൊണ്ടുവന്നാൽ ഏതെങ്കിലും ഒരു കിതാബ് അവർ തുടങ്ങിത്തരും. ബഹുമാനപ്പെട്ട ഷേഖത്തിനകത്ത് ജുവാനസ്കരിച്ച് എന്നോട് പറഞ്ഞു, എന്താ തുടങ്ങുന്നത് എന്ന് ചോദിക്കാനുള്ള ബുഖാരി ഓതാൻ പറ്റിയ കുട്ടികളുണ്ടോ, ഉണ്ടെങ്കിൽ അവരെ വിളിക്കൂ എന്ന് പറഞ്ഞു. അന്ന് 3 വിദ്യാർത്ഥികൾ ബുഖാരി ഓതാൻ പറ്റിയവരുണ്ടായിരുന്നു. അവരെ വിളിച്ചു. സഹീഹുൽ ബുഖാരി എടുത്തു കൊണ്ടുവന്നു. ആ ബുഖാരി കൊണ്ട് ദർസ് തുടങ്ങി തന്നു. അൽഹംദുലില്ലാഹ്. ആ കാരണം കൊണ്ട് 60 കൊല്ലമായി ഞാൻ ഒറ്റ ദിവസവും ഒഴിഞ്ഞു പോകാതെ നാട്ടിലുള്ള സമയത്ത് കഴിവതും വിദേശത്ത് ആയാലും സഹീഹുൽ ബുഖാരി ദർസ് നടത്തി വരാറുണ്ട്. അത് ഷേഖുമാരുടെ ആ പൊരുത്തവും അവിടുത്തെ ദുആയും ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ ഷെയ്ഖുൽ മശായിഖ് ബഹറുൽ ഉലൂം മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ആലിമായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ ബിൻ അലി ഹസൻ അൽ മഖ്ദൂമി റഹ്മഹുല്ലാഹ് ഓക്കെ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹറുൽ ഉലൂം അവര് മുദരിസായിരുന്ന കാലത്തും ഞങ്ങൾ വളരെയധികം പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം ചാലിയത്ത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പകൽ സമയത്ത് കുറച്ച് ദഅവത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് കുറച്ച് ചെറുപ്പക്കാർ വന്നു. ഞങ്ങൾ ദീൻ തബ്ലീഗ് ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും 2-3 താലിബീങ്ങളും കൂടി അവരുമായി സംസാരിക്കാൻ പള്ളിയുടെ തൊട്ടടുത്തുള്ള മദ്രസയിലേക്ക് പോയി. അവിടെ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വന്ന ആളിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഉസ്താദ് ബഹറുൽ ഉലൂം
വലിയ ആലിമൊക്കെ തന്നെ മൂപ്പർക്ക് ഇബാദത്ത് കുറവാണ്. പടച്ചോനെ മരിച്ചു പോയതുകൊണ്ട് ഞാൻ പറയാണ്, വേങ്ങരക്കാരനൊരാളുണ്ടായിരുന്നു അബ്ബാസ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു. നീ എന്താണോ പറഞ്ഞത്? സുബഹിൻ്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കും, സുബഹി ജമാഅത്തായി നിസ്കരിക്കും, പിന്നെ ളുഹ്ർ വരെ ദർസ്, പിന്നെ ളുഹ്ർ ജമാഅത്തായി നിസ്കരിക്കും, പിന്നെ രാത്രി 11 മണി വരെ നിസ്കാരത്തിൻ്റെ ടൈം വെച്ച് ബാക്കിയുള്ള സമയത്തെല്ലാം ദർസ്. തഹജ്ജുദ് നിസ്കാരം ഒരൊറ്റ രാത്രിയും ഒഴിവാക്കുകയില്ല. അങ്ങനത്തെ ആലിമിനെ പറ്റിയാണോ നീ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടൊരടി കിട്ടും. ഞാൻ വല്ലേ അവരെ പിടിച്ചു കളഞ്ഞ് പിന്നീട് അടി തുടരാൻ സമ്മതിച്ചില്ല. ഏതായിരുന്നാലും ഞാനിത് പറയുന്നത് അങ്ങനെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ, പാലോട്ട് മൂസക്കുട്ടി ഹാജി, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, ഇവരാണ് ഇവിടെ ബിദഈ പ്രസ്ഥാനക്കാർ വന്ന സമയത്ത് ശക്തമായി പോരാടിയവർ. അത്തൗഹീദ് എന്ന പേരിൽ ഇവിടുത്തെ വിദ്യാർത്ഥികാർ ഒരു കിതാബ് ഇറക്കിയപ്പോൾ അതിന് മറുപടിയായി അൽ ഖൗലു സദീദ് ഫീ റദ്ദി അത്തൗഹീദ് എന്ന പേരിൽ ഒരു കിതാബ് എഴുതിയത് പാലോട്ട് മൂസക്കുട്ടി ഹാജി എന്ന് പറയുന്ന വലിയ പണ്ഡിതനാണ്. ഹാജി എന്നൊക്കെ എല്ലാവരും മുസ്ലിയാകാരിതൊന്നും വിളിക്കാറില്ലെങ്കിലും വലിയ ആലിമായിരുന്നു. ആ പാലോട്ട് മൂസക്കുട്ടി ഹാജി അവർക്കാണ് അൽ ഖൗലു സദീദ് ഫീ റദ്ദി അത്തൗഹീദ് എന്ന പേരിൽ അത്തൗഹീദിൻ്റെ ഖണ്ഡനം എഴുതിയത്. അവർ കണ്ണൂർ കാമ്പത്താറ് പള്ളിയുടെ അടുത്ത് ആയിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് എൻ്റെ അറിവ്. ഏതായിരുന്നാലും ആ മഹാന്മാരായ ആലിമീങ്ങൾ എല്ലാം പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് ബഹുമാനപ്പെട്ട സുഹൃത്ത് KP ഹംസ മുസ്ലിയാർ കന്ദുൽ ഉലമ മഹാനവർകളും അതുപോലെ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ നൂറുൽ ഉലമ അവർകളും അതുപോലുള്ള ആലിമീങ്ങളും ഇവിടെ പിന്തുടർന്ന് വരികയും സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ ശ്രദ്ധിക്കണം. അത് മനുഷ്യനാക്കി തീർക്കാനുള്ള പദ്ധതിയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം എന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യർക്കൊപ്പം എന്ന ഈ വാക്കിനെ സംബന്ധിച്ച് എൻ്റെ മുമ്പുള്ള എല്ലാവരും പ്രസംഗിച്ചു. എൻ്റെ ശേഷം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇപ്പോൾ ഇൻഷാ അല്ലാഹ് സുദീർഘമായി നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾക്ക് ഒറ്റ ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കുറേ സമയം കൂടി ഇരിക്കണം, അത് കേൾക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട ഈ സയ്യിദന്മാരായ മഹാന്മാരായ ആളുകൾക്ക് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട പ്രവർത്തകർ നമ്മുടെ അബ്ദുള്ള കുട്ടി ബാക്കവി, ഞാൻ നേരത്തെ പറഞ്ഞതിൽപ്പെട്ടില്ല, അടക്കം ഫൈസി അടക്കം നമ്മളെ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആലിമീങ്ങൾക്കും
മുത്തല്ലിമീങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അതുപോലെ ആലിമീങ്ങളൊന്നും അല്ലെങ്കിലും മർക്കത്തെ കാപ്പത്തെ സുന്നിയ ഉണ്ടാക്കിയ അന്ന് മുതൽ അതിൻ്റെ കമ്മിറ്റി മെമ്പറും SYS സ്ഥാപിച്ചു മുതൽ അതിൻ്റെ കണ്ണൂർ ജില്ല പ്രവർത്തകനും മഹാനുമായിരുന്ന മുഹമ്മദ് അലി ഹാജി സ്റ്റാർ ഓഫ് ഏഷ്യ, അല്ലാഹു തആല അവർക്കെല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മുടെ റെയിൻബോ അബ്ദുൽ ഹമീദ് ഹാജി അവർ മരിക്കുന്നതിൻ്റെ മുമ്പ് എനിക്കൊരു പള്ളി ഉണ്ടാക്കണം എന്ന് പറയുകയും അതിനുവേണ്ടി ഒരു സ്ഥലമെടുക്കുകയും ചെയ്തു. ഞങ്ങളെ എല്ലാവരെയും ഏൽപ്പിച്ചു. അതെടുത്ത് പള്ളി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്ക് അദ്ദേഹം വഫാത്തായിപ്പോയി. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ആ പള്ളിയുടെ പണി പൂർത്തിയാക്കിയാൽ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നതാണ്. അല്ലാഹു തആല റെയിൻബോ ഹമീദ് ഹാജി അദ്ദേഹത്തിൻ്റെ ഖബറിനെ അല്ലാഹു സ്വർഗ്ഗത്തോടെയും എല്ലാ ഖൈറായ ഉദ്ദേശവും നീ പൂർത്തിയാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും ഈമാനെ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ക്ഷീണോ ചെറിയ ക്ഷീണോ, ഞാൻ വലിയ ക്ഷീണത്തിലാണ്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെയും നമ്മളെല്ലാവരുടെയും ക്ഷീണം മാറ്റിത്തരട്ടെ. ഇനിയും ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ആഫിയത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ആഫിയത അല്ലതി ലാ സഖമ മഅഹാ യാ അർഹമർ റഹീമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ما قضيت لنا من أمر وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأجملها وأحسنها وإنك على كل شيء قدير وبالإجابة جدير. اللهم ارزقنا شفاعة سيد الكونين سيدنا محمد صلى الله عليه وسلم وارزقنا شفاعته عند الموت وبعد الموت يا أرحم الراحمين يا أرحم الراحمين. اللهم لا تبعدنا عن حبيبك رسول الله صلى الله عليه وسلم. اللهم ارزقنا شفاعته واسقنا من حوضه واجمع بيننا وبينه في الجنة يا أرحم الراحمين. اللهم ارزقنا شفاعته في قبورنا وفي محشرنا وفي جميع أوقاتنا يا رب العالمين. وصلى الله وآله وصحبه أجمعين والحمد لله. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.